ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1185 സ്പോയിലേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ കവർ പേജിൽ ബോവ ഹാൻകോക്കിൻ്റെ ചിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് ബ്രൂക്കിൻ്റെ ഫ്ലാഷ് ബാക്കിൻ്റെ ബാക്കി തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതായത് ബ്രൂക്ക് ക്യാൻഡലിൻ്റെ അപ്രന്റീസ് ആയിട്ട് നിൽക്കുന്ന ടൈം. ബ്രൂക്കിന് സോർട്സ്മാൻഷിപ്പിലും അതേപോലെ തന്നെ ആ കൊട്ടാരത്തിൽ പാലിക്കേണ്ട മര്യാദകളെ പറ്റിയൊക്കെ ട്രെയിനിങ് കൊടുക്കുകയാണ് ക്യാൻഡല്. അതേപോലെ തന്നെ പ്രിൻസ് റുവനെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള ഒരു സീക്രട്ട് ക്യാൻഡല് ബ്രൂക്കിനോട് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തയായിട്ടുള്ള ഒരു ഗാർഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിലും തനിക്ക് സന്തോഷമാണെന്നും അവൾ ബ്രൂക്കിനോട് പറയുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ഒരു 10 ബിറ്റോയം കൊണ്ട് ഒരു വേൾഡ് ഗവൺമെന്റ് ഷിപ്പ് എസ്പീരിയ കിങ്ഡത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സെലസ്റ്റിയൽ ഡ്രാഗണിന്റെ സന്ദർശനത്തിന് ശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക് ക്യാൻഡല് അസുഖബാധിതയായിട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാൻഡലിന്റെ ഈ ഒരു അവസ്ഥ മൊത്തം എസ്പീരിയ കിങ്ഡത്തിലുള്ള ആൾക്കാർക്കും വലിയ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കി. അവര് ഭയങ്കര ഫാൻസ് ആയിരുന്നല്ലോ ക്യാൻഡലിന്റെ. ഇപ്പോൾ ക്യാൻഡല് റിക്കവർ ആയി കഴിയുമ്പോൾ അവളുമായിട്ടുള്ള എൻഗേജ്മെന്റ് കിങ് റുവൻ അനൗൺസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഈവൻസിൽ കുറേ മിസ്സിംഗ് ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് സ്പോയിലർ മാത്രമാണ്. എന്നാലും ഒരു 10 ബിറ്റോ ഇങ്ങോട്ടേക്ക് വരുന്നു, അതിനുശേഷം ക്യാൻഡല് അസുഖബാധിതയാവുന്നു. എന്താ സംഭവിച്ചതെന്ന് നമുക്കൊരു പിടിയില്ല. അപ്പോൾ എന്നിട്ട് അവൾ റിക്കവർ ആയി കഴിയുമ്പോൾ റുവൻ പെട്ടെന്ന് അവരുടെ എൻഗേജ്മെൻറ്റ് അനൗൺസ് ചെയ്യുന്നു. സോ ഇവർക്കെല്ലാം അറിയാവുന്ന എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു മൂടൽ മഞ്ഞ് മൊത്തം എസ്പീരിയ കിങ്ഡത്തിനെയും മൂടിക്കൊണ്ട് വർഷങ്ങളോളം നിൽക്കുകയാണ്. അതായത് ആ ഫ്ലോറിയൻ ട്രയാങ്കിളിലൊക്കെ ഉള്ള പോലെ ആയിരിക്കാം. ഇപ്പോൾ ഈ മൂടൽമഞ്ഞ് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം നശിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നു. നമുക്കറിയാം എസ്പീരിയ കിങ്ഡത്തിന്റെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വിറ്റ് ഒക്കെ കിട്ടുന്ന കാശും പിന്നെ മ്യൂസിക്കിൽ നിന്നാണ് മെയിൻ വരുമാനം വരുന്നത്. സോ അപ്പോൾ ഈ പ്രശ്നം കാരണം ഇവരുടെ സമ്പത്ത് വ്യവസ്ഥ പൂർണ്ണമായിട്ട് അങ്ങ് തകരുകയാണ്. എക്കണോമി തകർന്നതോടുകൂടി ഇവർക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺസിന് പ്രോപ്പറായിട്ട് ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റാതെയായി. സോ ഇങ്ങനെ വന്നപ്പോൾ വേൾഡ് ഗവൺമെൻറ് വന്ന് എന്ത് ഡിമാൻഡ് ചെയ്തു? ഇവിടുത്തെ ജനങ്ങളെ അവരുടെ അടിമകളാക്കി നൽകണമെന്ന്. ഇപ്പോൾ റുവൻ ഇതിന് സമ്മതിക്കുന്നേ ഇല്ല. പുള്ളിക്കാരൻ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അവസാനം ഈ രാജ്യം തന്നെ കത്തി എരിയുകയാണ്. ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ബ്രൂക്ക് കാണുന്നത് പ്രിൻസസ് ഷുറി റുവനെ കുത്തിക്കൊല്ലുന്ന കാഴ്ചയാണ്. ലാസ്റ്റ് നമ്മളെ കാണിക്കുന്ന ഡബിൾ പേജിൽ പ്രിൻസസ് ഷുറിക്കും അതേപോലെ തന്നെ റുവനും ആ ഡെവിളിൻ്റെ കൂട്ടുള്ള കൊമ്പുകളും ചിറകുകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അവർ ഡോമി റിവേഴ്സിയുടെ എഫക്റ്റിൽ പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ക്യാൻഡലിൻ്റെ മരണവും ഈ ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ക്യാൻഡൽ ഒരു ഹോളി നൈറ്റ് ആണെന്നുള്ള ആ ഒരു തിയറിയൊക്കെ പൊളിയുകയാണോ? പിന്നെ അപ്പോൾ ശരിക്കും എന്തായിരിക്കും എസ്പീരിയൽ കിങ്ഡത്തിൽ നടന്നതെന്നുള്ളത് പിന്നെ ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്പോയിലർ പോസ്റ്റ് ചെയ്തവർ ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വാസത്തിൽ എടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫുൾ ചാപ്റ്റർ വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം അറിയാം. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്ക് ആണെന്ന് ഇട്ടിട്ടുണ്ട്. ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വീണ്ടും അടുത്ത ബ്രേക്ക്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഫുൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഉടൻ തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.